നമുക്ക് വേണ്ടി ഈ സേവനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ നിങ്ങളെപ്പോഴും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയും ചെയ്യണം. ഇന്ന് നമ്മളെ കേരളത്തിൽ ദർസി സംവിധാനം അൽഹംദുലില്ലാ അത് കുറ്റിയേറ്റ് പോയിട്ടൊന്നുമില്ല. പള്ളി ദർസുകൾ കുറഞ്ഞു വരുന്നു എന്നതൊരു സത്യമാണെങ്കിലും അതിന് പകരം ദഅവാ കോളേജുകൾ ധാരാളമുണ്ട്. പള്ളി ദർസുകളെക്കാൾ കൂടുതൽ മുത്തഅല്ലിമീങ്ങൾ എടുത്തുകൊണ്ടുള്ള ദഅവാ കോളേജ് നമ്മളെ സംഘടനയുടെ കീഴിൽ തന്നെ ജാമിയത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ കീഴിലാണ് ഇതിന് ഏകീകരിക്കപ്പെട്ടത്. അൽഹംദുലില്ലാ 300 ചില്ലാനം ദഅവാ കോളേജുകളിലായി 12,000 മുത്തഅല്ലിമീങ്ങൾ നമ്മളെ സ്ഥാപനങ്ങളുടെ കീഴിൽ പഠിക്കുന്നു. ഇതൊരു വലിയ സംരംഭമാണ്. ഈ 12,000 മുത്തഅല്ലിമീങ്ങളും പഠിച്ചു പോകുന്നത് ദഅവാ കോളേജ് സിസ്റ്റത്തിലാണെങ്കിൽ അവർക്കെല്ലാം ക്യാൻറ്റീൻ സംവിധാനത്തിലൂടെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അവർ മതം പഠിക്കുന്നുണ്ട്, അതോടൊപ്പം ഭൗതികവും പഠിക്കുന്നുണ്ട്. ഇത് രണ്ടിനും അവർക്ക് അധ്യാപകന്മാരുണ്ട്, അവർക്കൊക്കെ മികച്ച ശമ്പളം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാസം ഇത്രയും കുട്ടികളെ പഠിപ്പിക്കാൻ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം, കരണ്ട് സംവിധാനം, ഭക്ഷണം, ശമ്പളം, മറ്റ് പഠനോപകരണങ്ങൾ, എത്ര കോടി രൂപയാണ് ഈ സമുദായം ചെലവഴിക്കുന്നത് നിങ്ങൾക്കറിയോ? ചെറിയ തുകയൊന്നുമല്ല, കോടിക്കണക്കിന് രൂപയാണ്. ഇപ്പം നമ്മൾ ജാമിയത്തുൽ ഹിന്ദിൻ്റെ കീഴിൽ ഒരു പരീക്ഷ നടത്തി. ആ പരീക്ഷ നടത്താൻ 17 ലക്ഷം റുപ്യ ചിലവാണ്. ഒരു പരീക്ഷ നടത്താൻ 17 ലക്ഷം റുപ്യ ചിലവാണ് ഒരു സെമസ്റ്ററിന്. അപ്പം ഇങ്ങനെ നിങ്ങൾ കണക്കൂട്ടി നോക്കിയാൽ ഈ ഉമ്മത്ത് വലിയ പണം ചെലവഴിക്കുന്നത് ഇത് എവിടുന്ന് കിട്ടുന്നതാ? ഒരൊറ്റ ഗവൺമെൻറ്റും 10 രൂപ പോലും നമ്മളെ ദീൻ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി തരുന്നില്ല. പിന്നെയോ ഇത് നമ്മുടെ സംഘടനാ സംവിധാനത്തിലൂടെയാണ്. എല്ലാ സ്ഥാപനങ്ങളെയും ആളുകൾ സഹായിക്കുന്നത് എന്തിൻ്റെ പേരിലാ? പ്രാസ്ഥാനികമായ ഈ കൂട്ടായ്മ കാരണമാണ്. നിങ്ങൾക്കറിയില്ലേ, സുൽത്താനുൽ ഉലമ AP ഉസ്താദ് ഹഫിളഹുല്ലാഹു വറഅ വർഷങ്ങൾക്ക് മുമ്പ് 1970കളുടെ തുടക്കത്തിൽ ആദ്യമായി ഗൾഫ് യാത്ര നടത്തിയ ഒരു രംഗമുണ്ട്. അങ്ങോട്ട് പോകാൻ ഒരു വിസക്ക് വേണ്ടി പിടിക്കാത്ത കാലില്ല. അവസാനം അത് കിട്ടി. അങ്ങനെ ബോംബെയിൽ ചെന്ന് കയറി വിദേശ രാജ്യത്ത് ചെന്നിറങ്ങി. എയർപോർട്ടിൽ നിന്ന് ആരെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ടോണ്ടേ? ആരുമില്ല. പിന്നെ കൂട്ടിയാരോ എവിടോ എത്തി. അവിടുന്ന് ഒരു കട്ടൻ ചായ കിട്ടാഞ്ഞിട്ട് ഉസ്താദും അവേലത്ത് തങ്ങളും ഒക്കെ ദീർഘമായി നടന്ന് ക്ഷീണിച്ച കഥകളൊക്കെ അവർ പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ഉസ്താദ് അവர்கள் പിന്നീട് എന്ത് ചെയ്തു? ഘട്ടം ഘട്ടമായി നില മെച്ചപ്പെടുത്തി ഗൾഫ് രാജ്യത്തിൻ്റെ ഓരോ പ്രാന്തപ്രദേശത്തും ചെന്ന് അവിടെയൊക്കെ SYSൻ്റെ ഘടകം രൂപീകരിച്ചു. ഇന്നിപ്പോൾ നമ്മൾ ICF എന്ന് പറഞ്ഞ് ഒരു വേറെ പേരിലാക്കി അതിനെ ഏകീകരിച്ചിട്ടുണ്ട്. ആ സംഘടനാ സംവിധാനം എല്ലാ മലയാളികൾ താമസിക്കുന്ന നാട്ടിലും കൊണ്ടുവന്നു. ഇന്ന് ഞങ്ങളെപ്പോലത്തെ ഒരാൾ വിദേശത്ത് പോകണമെന്ന് പറഞ്ഞാൽ അപ്പം വിസോലും ഇങ്ങോട്ട് അയച്ചു തരും. ടിക്കറ്റ് അവരെടുത്ത് അതിൽ കയറ്റി മികച്ച താമസ സൗകര്യങ്ങളെടുത്ത് കൊണ്ടിറക്കും. നല്ല ഭക്ഷണം തരും, പരിപാടി സംഘടിപ്പിക്കും. നമ്മൾ അവിടുന്ന് വിഷയം പറയും, ആളുകൾ സംഭാവന തരും. ഈ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഈ ദർസും ദഅവാ കോളേജുകളും നിലനിൽക്കൂല. അതുകൊണ്ട് തന്നെ പ്രാസ്ഥാനികമായ സംവിധാനങ്ങളെ നമ്മൾ ശക്തിപ്പെടുത്തണം. ഈ ഉണർവും ഉന്മേഷവും ഒക്കെ നമുക്ക് നൽകുന്നത് ഈ സംവിധാനമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കണം, ഇന്ന് ഇസ്ലാമിക ഗവൺമെൻ്റ് അല്ല ഇവിടെ ഭരിക്കുന്നത്. ഖിലാഫത്ത് ലോകത്തെവിടെയും നിലവിലില്ല. ഇന്ന് ദീന് നിലനിർത്താൻ ഞാനും നിങ്ങളും ഒറ്റക്ക് വിചാരിച്ചാൽ നടക്കൂല. ഇങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെയല്ലാതെ അള്ളാന്റെ മതം സംരക്ഷിക്കാൻ വേറെ മാർഗമില്ല. ഈ സംവിധാനമുള്ള കേരളത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ച എന്താ? എത്ര മനോഹരമാണ്. നിങ്ങൾ രാവിലെ 6 മണിക്ക് കേരളത്തിൽ നടക്കുന്ന സംഗതി ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ഇങ്ങനെ കണ്ണടച്ചൊന്ന് ഓർത്തു നോക്കണ്ടി. എന്താ ഒരു പ്രഭാതത്തിൽ നമ്മളെ കേരളത്തിൽ നടക്കുന്നത്? ലക്ഷക്കണക്കായ വീടുകളിൽ നിന്ന് മക്കന ധരിച്ച പെൺകുട്ടികളും തൊപ്പിയിട്ട ആൺകുട്ടികളും വീട് വിട്ടിറങ്ങാണ്. വളരെ ശാന്തമായി ഓരോ പ്രദേശത്തും ഉണ്ടാക്കിയ വളരെ മനോഹരമായ മദ്രസ കെട്ടിടങ്ങളിലേക്ക് അവർ നടന്നു ചെല്ലുന്നു. അതേ സമയത്ത് തന്നെ വീട്ടിൽ നിന്നും പരിസരത്തെ പള്ളികളിൽ നിന്നൊക്കെ ബൈക്കും കാറും എടുത്ത് ഉസ്താദുമാരും ഒഴുകുന്നു. അങ്ങനെ ആ മദ്രസയിലെത്തി ഫാത്തിഹ ഓതി തുടങ്ങി, ഖുർആൻ ഓതി, തജ്വീദ് പഠിച്ച്, അഖ്ലാഖ് പഠിച്ച്, ദീനിയാത്തും അമലിയാത്തും ഒക്കെ പഠിച്ച് സ്വലാത്ത് ചൊല്ലി പിരിയുന്നു. ഒരെണ്ണയിട്ട യന്ത്രം പോലെ ലക്ഷക്കണക്കിന് കുട്ടികൾ. ആരും വടിയെടുത്ത് തെളിക്കണ്ട,
ഒരേ താളത്തിലും രാഗത്തിലും ഇങ്ങനെ നടക്കുക. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ സംഘടനാ സംവിധാനം ഇല്ലാത്ത വേറെ ഏതെങ്കിലും നാട്ടിൽ ഈ ഒരു ഒഴുക്കിൽ ഇത് നടക്കണ്ടോ? ഇതെന്തുകൊണ്ട് നടക്കുന്നതാ? അത് നമ്മളെ ഉസ്താദുമാരുണ്ടാക്കിയ ഈ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ നിസ്കരിക്കണമെന്ന ഒരു ചിന്ത ഉണ്ടായാൽ ഒന്നെടുക്കേണ്ടത് എങ്ങനെയെന്നറിയാത്തവർ നമ്മളെ കേരളത്തിലില്ല. ഫാത്തിഹ ഓതേണ്ടവരെങ്ങനെയെന്നറിയാത്തവർ നമ്മളെ കേരളത്തിലില്ല. അടിസ്ഥാനപരമായ മതത്തിൻ്റെ എല്ലാ അറിവുകളും സർവ മനുഷ്യരെയും പഠിപ്പിച്ചു കൊടുക്കാൻ ഈ ഒരു സൗകര്യം ഇവിടെ ഉണ്ടാക്കിയത് നമ്മുടെ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നമ്മളെ മുത്തഅല്ലിമീങ്ങളെയും നമ്മളെ നാട്ടുകാരെയും ഒക്കെ ദീനീ കൂട്ടായ്മയോട് ചേർന്നു നിൽക്കാൻ നമ്മളെപ്പോഴും പ്രചോദിപ്പിക്കണം. മുത്തുനബി പറയുന്നത് യദുല്ലാഹി അലൽ ജമാഅ, കൂട്ടം ചേർന്ന് നിൽക്കുന്നിടത്താണ് അള്ളാഹിന്റെ പിന്തുണ ഉണ്ടാകുക. മൻ ശദ്ദ ശുദ്ധ ഫിന്നാർ, ആരെങ്കിലും കൂട്ടം വിട്ട് സഞ്ചരിച്ചാൽ അവൻ ഒറ്റപ്പെട്ട് നരകത്തിലാപതിച്ചു പോകും. അപ്പൊ ഞാൻ ഒറ്റയാനായ ഒരു വഴിക്ക് അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ പ്രസ്ഥാനത്തിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആ ഒരു പിന്തുണയോടെയാണ് ഈ മുന്നോട്ട് പോക്ക് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന, നമ്മളെ കാണാത്ത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പലരുടെയും സഹായം കൊണ്ടാണ് നമ്മളൊക്കെ പല സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചത്, നമ്മൾ ഭക്ഷണം കഴിച്ചത്. അവരൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാകൂല. ഇനി ഇവിടുത്തെ ദർസ് പോലെ നിങ്ങൾ കാണുന്ന, നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അവരൊന്നും നിങ്ങൾ വിസ്മരിക്കരുത്.